പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവ് പ്രതീക്ഷിച്ച് ഇസ്രയേൽ. ഈ വർഷം 12,000-ലധികം ഇന്ത്യക്കാർ ഇസ്രയേലിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. തീർത്ഥാടനത്തിനും മീറ്റിംഗുകൾക്കും കോൺഫറൻസിനും എക്സിബിഷനുമായാണ് ഈ വർഷം അധികം പേരും രാജ്യത്തെത്തുന്നതെന്ന് ഇസ്രയേൽ ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ഓഗസ്റ്റ് വരെ 6,800 പേരാണ് ഇന്ത്യയിൽ നിന്ന് രാജ്യത്തെത്തിയത്. ഈ വർഷം ആദ്യ 8 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ഇനി ഇരട്ടിയാകുമെന്നാണ് ടൂറിസം മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഇസ്രയേലിൽ ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. വിനോദസഞ്ചാര രംഗത്ത് വലിയ വിപണി സാധ്യതയാണ് ഇന്ത്യയിൽ കാണുന്നത്. US, ബ്രിട്ടൻ, ഫിലിപ്പീൻസ്, ഇന്ത്യ എന്നിവയാണ് ഈ രംഗത്തെ ശ്രദ്ധാകേന്ദ്രമായ വിപണികളെന്ന് ഇസ്രയേൽ ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രയേൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ ഇവിടെ സുരക്ഷിതമായ ധാരാളം സ്ഥലങ്ങളുണ്ടെന്നും ഇത് വിനോദസഞ്ചാരത്തിന് അനുയോജ്യമാണെന്നും മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE രണ്ടാമത്തെ പ്രധാന പ്രതിരോധ പങ്കാളിത്തമുള്ള രാജ്യമായി പ്രഖ്യാപിച്ച് US. പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ജോ ബൈഡൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. ഇന്ത്യക്ക് ശേഷം അമേരിക്കയുടെ പ്രധാന പ്രതിരോധ പങ്കാളിത്ത രാജ്യമായാണ് UAE അംഗീകരിച്ചത്. സംയുക്ത പരിശീലനത്തിലൂടെയും അഭ്യാസത്തിലൂടെയും മറ്റ് സഹകരണ ശ്രമങ്ങളിലൂടെയും ഇന്ത്യയും UAEയുമായി അമേരിക്ക ശക്തമായ സൈനിക സഹകരണം നടത്തുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദും ജോ ബൈഡനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗാസയിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു. ഗാസയിലേക്ക് അടിയന്തര മാനുഷിക സഹായ വിതരണത്തിന് ഇരുവരും ആഹ്വാനം ചെയ്തു. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു. വിവിധ മേഖലകളിൽ UAEയും US തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും നേതാക്കൾ തീരുമാനിച്ചു. ബഹിരാകാശ പര്യവേക്ഷണം, ഊർജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഇരുവർക്കുമിടയിൽ ചർച്ചാ വിഷയമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിൽ പുതിയ വാടക നിയമം നടപ്പിലാക്കി. വാടക കരാർ ഭൂവുടമകൾ 15 ദിവസത്തിനകം അംഗീകരിക്കണം. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് പുതിയ വാടക നിയമം അവതരിപ്പിച്ചത്. 15 ദിവസത്തിനകം ഭൂ ഉടമകൾ വാടക കരാറുകൾ അംഗീകരിച്ചില്ലെങ്കിൽ താമസക്കാർക്ക് കോടതിയെ സമീപിക്കാം. റെസിഡൻഷ്യൽ, വ്യാവസായിക, പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത വസ്തുവകകൾക്ക് നിയമം ബാധകമായിരിക്കും. വാടക കരാർ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട അധികാരികളോ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ പുതിയ വ്യവസ്ഥയനുസരിച്ച് വാടകക്കാരന് ഭരണപരമായ പിഴ ചുമത്തും. ഇത് സാക്ഷ്യപ്പെടുത്താനുള്ള ഫീസ് കുടിശ്ശികയും ഇവർക്കെതിരെ ചുമത്താം. കൃഷിയിടങ്ങൾ, റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായി അംഗീകരിച്ച സ്ഥലങ്ങൾ, വാടകയില്ലാതെ ജീവനക്കാർക്ക് താമസിക്കാനായി കമ്പനി അനുവദിക്കുന്ന കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് നിയമം ബാധകമല്ല. എങ്കിലും തൊഴിലുടമയും ഭൂവുടമയും തമ്മിലുള്ള വാടക ബന്ധത്തിന് ഇളവ് ബാധകമല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിലെ പൊതുമാപ്പിൽ വീണ്ടും ഇളവ് നൽകി അധികൃതർ. ഔട്ട് പാസ് ലഭിച്ചാൽ 14 ദിവസത്തിനകം രാജ്യം വിടണം എന്ന നിർദ്ദേശത്തിലാണ് ഇളവ് നൽകിയിട്ടുള്ളത്. പൊതുമാപ്പ് നൽകി കാലാവധി തീരുന്നതിന് മുൻപായി രാജ്യം വിട്ടാൽ മതിയെന്നാണ് പുതിയ ഉത്തരവിലുള്ളത്. ഇതിനിടെ ജോലി ലഭിച്ചാൽ രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരുകയും ചെയ്യാം. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെ 2 മാസത്തേക്കാണ് UAEയിലെ അനധികൃത താമസക്കാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാലയളവിൽ എല്ലാത്തരം വിസ നിയമലംഘകർക്കും ഇളവ് അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ യൂറോപ്യൻ യൂണിയൻ വിപണികളിലേക്ക്. അൾട്രാ വയലറ്റ് ഓട്ടോമോട്ടീവ് ബൈക്കിന്റെ കയറ്റുമതി ആരംഭിച്ചു. ഇലക്ട്രിക് ബൈക്ക് നിർമ്മാതാക്കളായ അൾട്രാ വയലറ്റ് ഓട്ടോമോട്ടീവ് F77 Mark IIന്റെ കയറ്റുമതിയാണ് ആരംഭിച്ചത്. കേന്ദ്ര ഖനവ്യവസായ മന്ത്രി HD കുമാരസ്വാമി യൂറോപ്യൻ യൂണിയൻ വിപണികളിലേക്കുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ കർണാടക വ്യവസായ വാണിജ്യ മന്ത്രി MB പാട്ടീലും പങ്കെടുത്തു. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ കയറ്റുമതി ആഗോള EV വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്ന് കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു. ഇലക്ട്രിക് മൊബിലിറ്റി പോലുള്ള നിർണായക മേഖലകളിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ നവീകരണത്തിന് വഴിയൊരുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കയറ്റുമതി സംരംഭം.
ഇന്ത്യയെ ആഗോള EV നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള ഗവൺമെന്റിന്റെ ശ്രമമാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.